Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രേയറിന് ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? Yes, ma'am. Please. They shall be showers of blessing, precious reviving again, over the hills and the valleys, sound of our gardens of rain. Showers of blessing we need. Mercy the sound as a foreign, but for the showers we plead. But for the showers we plead. But for the showers we plead. Thank you, ma'am. Very nice. കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ? Yes, ma'am. രണ്ടുപേരും റെഡി ആയി. രണ്ടുപേരും കൂടി ചേർന്നല്ലേ പാടിയത്? അതെ മാം, അതെ മാം, രണ്ടുപേരുമാണ്. എന്താ പേരെന്താ ശ്രുതി മക്കളുടെ? മാം, മൂത്ത കുട്ടിയുടെ പേര് ഐശ്വര്യ, രണ്ടാമത്തെ ആളുടെ പേര് ആരാധ്യ. ഓക്കെ, നമ്മൾ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ കഴിഞ്ഞിരുന്നോ? കംപ്ലീറ്റ് ആയി തോന്നുന്നു അല്ലേ? Okay, 7th unit, that is 108 page number, quality management in education. നമ്മൾ നേരത്തെ ചെയ്ത 2 യൂണിറ്റ്സുമായിട്ടും കണക്റ്റഡ് തന്നെയാണ് ഇത്. അതായത് എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി അതെങ്ങനെ മാനേജ് ചെയ്യാം. എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സൂപ്പർവൈസറുടെ സഹായത്തോടു കൂടി ടീച്ചർ അപ്ഗ്രേഡ് ആകുന്നതും ആ ടീച്ചർ കുട്ടികൾക്ക് മാക്സിമം നല്ല രീതിയിൽ അവർക്ക് വേണ്ടുന്ന ക്വാളിറ്റിയോട് കൂടിയുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ആ ലേണിംഗ് പ്രോസസ് നല്ല രീതിയിൽ പോകണം. ഇതാണ് ശരിക്കും എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി മാനേജ്മെന്റ്. അത് മാത്രമല്ല, ഈ ക്വാളിറ്റി എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി ബെറ്റർ ആക്കണമെങ്കിൽ, ബെസ്റ്റ് ആക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റീസും റിസോഴ്സസും ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മോണ്ടിസോറി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടി വിളിച്ച ഒരു കാര്യം എന്നോട് ചോദിച്ചത്, കാരണം ആ സ്കൂളില് സ്പെഷ്യൽ കിഡ്സിനെയും അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ADHD, അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ്, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. ഇവരെല്ലാരെയും കൂടെ ഒരുമിച്ചിരുത്തി എന്ത് ആക്ടിവിറ്റി കൊടുക്കണം എന്നാണ് ചോദിച്ചത്. അത് ശരിക്കും ക്വാളിറ്റി ഉള്ള ഒരു മെത്തേഡ് അല്ല. ശരിക്കും അവരെ ഒരിക്കലും ഒരുമിച്ചിരുത്ത് ഒരു ഗ്രൂപ്പ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. മോണ്ടിസോറി മെത്തേഡ് ഇറ്റ് സെൽഫ് ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. കാരണം ഓരോ കുട്ടിയുടെ പൊട്ടൻഷ്യൽ അനുസരിച്ചാണ് ആക്ടിവിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. പക്ഷെ ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് ഒരിക്കലും നമുക്ക് ഗ്രൂപ്പ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡിന്റെ ക്വാളിറ്റിയെ ബാധിക്കും. ഓക്കെ, ഈ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്, അതായത് നമുക്ക് റിസൾട്ട് എന്ന് പറയുന്നത് എന്താന്നുള്ളത് നമുക്കറിയാം. നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങണം, അല്ലെ? പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ അവിടെ നിന്ന് ഇറങ്ങണം. അതാണ് ശരിക്കും എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എഡ്യൂക്കേഷൻ പ്രോസസ് നല്ല എക്സലന്റ് ആയിട്ട് നടക്കണം. നല്ല ഗോൾസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അതിലേക്ക് എത്തണം. അതിന്റെ ഔട്ട്പുട്ട് പ്ലാൻഡ് ഗോൾസിലേക്ക് എത്തണം. പിന്നെ എന്താ, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ ആവശ്യമുള്ള റിക്വയർമെന്റ്സ്, റിസോഴ്സസ്, ഫെസിലിറ്റീസ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ബെറ്റർ കസ്റ്റമേഴ്സ് എക്സ്പെക്ടേഷൻ. കസ്റ്റമർ എന്ന് പറയുന്നത് ഇവിടെ കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ്. അവരുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം. നല്ലൊരു കരിയറിലേക്ക് അവരെ എത്തിക്കാനുള്ള ഒരു പാത്ത് വേ തന്നെയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ മാത്രമാണ് ഒരു ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസിലേക്ക് കുട്ടികളെ എത്തിക്കുക. കസ്റ്റമർ നീഡ്സ് നമ്മൾ എപ്പോഴും എന്താണ്, ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെ? അതുപോലെ തന്നെയാണ് ഇവിടെ കസ്റ്റമർ സ്റ്റുഡൻസ് ആണ്. അവരുമായിട്ട് കണക്റ്റഡ് ആണ് അവരുടെ പാരന്റ്സ്, ഫാമിലി, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
അപ്പൊ ഈ കസ്റ്റമറുടെ നീഡ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ നീഡ്സിനെ മുകളിലേക്ക് എത്തുന്ന രീതിയിൽ വേണം അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടക്കണം. അതുപോലെ തന്നെ പ്രോപ്പർ ലീഡർഷിപ്പ്, ടീച്ചേഴ്സ് ഒക്കെ തോന്നുന്ന പോലെ അവരെ ലീഡ് ചെയ്യാൻ ഒരാളില്ലാതെ അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ സിസ്റ്റം ആകെ താറുമാറാകും. അപ്പൊ അതുകൊണ്ടാണ് സൂപ്പർവൈസറുടെ റോൾ അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പ്, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള നല്ലൊരു ഹ്യൂമൻ റിസോഴ്സസ് വേണം, അതിന്റെ ഡെവലപ്മെന്റ്, ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അതിന്റെ ഡെവലപ്മെന്റ്. പിന്നെ പലപ്പോഴും നമ്മൾ പറയും ചിലയിടങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ ഒട്ടും കംഫർട്ടബിൾ അല്ലാന്ന്, എന്തെങ്കിലുമൊക്കെ ഒരു ഫിയർ ഫാക്ടർ ഉണ്ടായിരിക്കും. ആ ഒരു ഫിയർ റിഡക്ഷൻ നമുക്ക് വേണം. നമുക്ക് പേടി, അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വാംത്ത് തരുന്ന നല്ലൊരു ലവിങ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. കുട്ടികൾക്ക് മാത്രമല്ല സ്കൂൾ എന്ന് പറയുന്നത് ഒരു വെൽക്കമിങ്, വാം, ലവിങ്, നറിഷിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ. അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനും അത് വേണം. അതുപോലുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. പിന്നെ അവർക്ക് അപ്രൈസൽ വേണം, അതായത് അവർ ചെയ്യുന്ന ജോബിന് അവർക്കൊരു റെക്കഗ്നേഷൻ, റിവാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളും. പിന്നെ ടീം വർക്ക് വേണം. പിന്നെ അവരുടെ അനാലിസിസ് നടത്തണം, അതായത് ഒരു അസസ്മെന്റ് പോലെ അവരുടെ ഒരു മെഷർമെന്റ് സിസ്റ്റം വേണം. അവരുടെ പെർഫോമൻസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഇന്റർവെൻഷൻ വേണോ, എന്തെങ്കിലും രീതിയിലുള്ള സപ്പോർട്ട് ടീച്ചേഴ്സിന് ആവശ്യം വേണോ, അതൊക്കെ നമുക്കറിയാം. സൂപ്പർവിഷനിൽ നമ്മൾ പറഞ്ഞു പോയി, ഒരു സൂപ്പർവൈസർ ആണ് അതെല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി സൂപ്പർവൈസർ എന്ന് പറയുന്നത് HM ആയിരിക്കാം, പ്രിൻസിപ്പൽ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടീച്ചർ ആയിരിക്കാം, ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള രീതിയിൽ HODs ഉണ്ടല്ലോ ചില വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകുന്നതോറും. പിന്നെ ചിലയിടങ്ങളിൽ കോർഡിനേറ്റേഴ്സിനെ വെച്ചിട്ടുണ്ടാവും. KG സെഷൻ ഒരു കോർഡിനേറ്റർ, LP സെഷൻ കോർഡിനേറ്റർ, അങ്ങനെ വലിയ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ വലുതായിട്ടും അഡ്മിഷൻസ് കൂടുതൽ വരുന്ന ക്രൗഡഡ് ആയിട്ട് നല്ല വലിയൊരു സ്കൂളുകളിൽ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യും. ചെറിയ സ്കൂളുകളിൽ HM അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ആ ഒരു രീതിയിൽ പോകും. പിന്നെ അത് കൂടാതെ തന്നെ മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെയും ശരിയായ രീതിയിലുള്ള സപ്പോർട്ടും അവിടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ പ്രോബ്ലം സോൾവിങ് അത് എപ്പോഴും ആവശ്യമാണ്. കാരണം വെച്ചാൽ ഏതെല്ലാം രീതിയിലുള്ള ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് തന്നെയാണ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം പല പല ഏരിയയിൽ നിന്നുള്ള ലൈഫ് സ്റ്റൈല് അങ്ങനെയൊക്കെയുള്ള ഇടത്തു നിന്നുള്ള കുട്ടികളും ടീച്ചേഴ്സുമാണല്ലോ അവിടെ എത്തിച്ചേരുന്നത്. പലപ്പോഴും പ്രോബ്ലം സോൾവിങ്, എന്തെങ്കിലും കൺഫ്യൂഷൻസ്, കോൺഫ്ലിക്ട്സ് ഒക്കെ വരുവാണെങ്കിൽ പ്രോബ്ലം സോൾവിങ് അങ്ങനെയുള്ള ടെക്നിക്സ് വേണം. നല്ല ഹയർ എഡ്യൂക്കേഷനിലേക്ക് നല്ല ക്വാളിറ്റി പ്രിൻസിപ്പിൾസ് കൊണ്ടുവരും. ഇതെല്ലാമാണ് എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ സ്കൂൾ ലെവൽ ഉണ്ടായിരിക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളിപ്പോ ജനറലി ആണ് പറയുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്കൂൾ ലെവലിലുണ്ട്, ഹയർ സെക്കൻഡറിയിൽ വരും, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വരും, അങ്ങനെ പല ഏരിയയിലും അക്കാദമിക് ലൈഫ് വരാം. അപ്പോ മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ്. എല്ലാ ഫേസറ്റ്സിലും എല്ലാ ഏരിയയിലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി സിസ്റ്റം, ആ ഒരു അക്കാദമിക് ലൈഫ് അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. അതാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാമ്പസ് ഇല്ലാതെ ചിലപ്പോ ഈ അക്രഡിറ്റേഷൻ ഒന്നും നൽകില്ല എന്ന് പറയും. ഇത്ര ക്യാമ്പസ് വേണം, ലാബിൽ ഇത്ര ഫെസിലിറ്റി വേണം, ലൈബ്രറി വേണം, ഈവൻ വാഷ്റൂമിന്റെ അവൈലബിലിറ്റി, ഡ്രിങ്കിങ് വാട്ടർ, ക്ലീനിങ് പർപ്പസിനുള്ള വാട്ടർ, അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫെസിലിറ്റീസ് നോക്കിയിട്ടൊക്കെയാണ് ഇതിനൊക്കെ അഫിലിയേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുള്ളൂ അല്ലെ. അപ്പൊ അതുകൊണ്ട് എല്ലാ ഏരിയയിലും മൾട്ടി ഡയമെൻഷണൽ കൺസെപ്റ്റ് ആണ് ശരിക്കും ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ക്ലാസ് റൂംസിന്റെ വലുപ്പം, ഇത്ര കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുന്നത്, ഒരു ക്ലാസ് റൂമിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇത്ര കുട്ടികളെ അതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നു, അവർക്ക് ആവശ്യമുള്ള മറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ എല്ലാം അങ്ങനെയെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അവർ അഫിലിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ക്വാളിറ്റി ഓഫ് നമുക്ക് അസസ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ ക്വാളിറ്റി ഓഫ് സ്റ്റുഡൻസ്, ടീച്ചേഴ്സ്, ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ സ്റ്റുഡൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന അതർ ഡിവൈസസ്, ഇപ്പൊ പറഞ്ഞല്ലോ ലാബ് ഫെസിലിറ്റി, ലൈബ്രറി, അങ്ങനെ സപ്പോർട്ടിംഗ് ഡിവൈസസ് ആയിട്ട് വരുന്ന ബാക്കി കാര്യങ്ങൾ. പിന്നെ കരിക്കുലം എസ്റ്റിമേറ്റ് ആൻഡ് റിസോഴ്സസ്, ഒരു സിലബസ് ഫോം ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന ഒരു എല്ലാത്തിനും ഫണ്ട് ആവശ്യമാണ്. അതിന് വേണ്ടുന്ന ഫണ്ട്, ആ ഒരു ബഡ്ജറ്റും ബഡ്ജറ്റ് പ്ലാനിങ്ങും അതിന് വേണ്ടുന്ന റിസോഴ്സസും. നമ്മളിപ്പോ ഒരു നമ്മുടെ കുട്ടികളെയൊക്കെ ഒരു സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും അവിടുത്തെ റിസൾട്ട് നോക്കും അല്ലെ, അവിടെ എത്ര A+ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ആൾക്കാര്. പിന്നെ ചില സ്കൂളുകളുടെ വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാകും.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള കുറെ ഡേറ്റാബേസ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വെബ്സൈറ്റിൽ കാണുമായിരിക്കും. നമ്മൾ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മളുടെ കുട്ടികൾക്ക് അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലും നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും നോക്കുന്നത്. പിന്നെ ചിലപ്പം അവിടെ നേരത്തെ പഠിച്ച കുട്ടികളോട് അല്ലെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സിനോടൊക്കെ നമ്മൾ അന്വേഷിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു എഡ്യൂക്കേഷൻ. ഇപ്പോൾ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ റിസൾട്ടിൽ, ഔട്ട്കമ്മിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവിടുത്തെ റിസൾട്ട് അങ്ങനെയുള്ളത് കൺക്ലൂഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടാണ്, ആ ഒരു ഔട്ട്കം ആണ്. അപ്പൊ ക്വാളിറ്റി എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു റിസൾട്ടിലായിരിക്കും. അവിടെ റിസൾട്ട് കുറവാണെങ്കിൽ ഇവിടെ ക്വാളിറ്റി മോശമാണെന്നുള്ള രീതിയിൽ തന്നെ ആളുകൾ മനസ്സിലാക്കും. ഇതൊക്കെയാണ്. ഇപ്പൊ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ എക്സാമിന്റെ ഇതിലേക്ക് വരുമ്പോൾ PG മാത്രമാണ് ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങൾ പറയാറുള്ളൂ. കാരണം PGയില് ഇത് ഞാൻ എടുത്തതാണോ, എനിക്ക് സോഷ്യൽ എക്സലൻസ്, നാഷണൽ എക്സലൻസ് ഒക്കെ എടുത്തപ്പോൾ എനിക്കൊരു ഓർമ്മ ആണോ അല്ലേ? ഓക്കെ ഓക്കെ. നമ്മള് അക്കാഡമിക് എക്സലൻസ് പറയാനുള്ളത് തോന്നുന്നു മാം. എന്തോ അക്കാഡമിക് എക്സലൻസ് ഇല്ലേ, അത് മുതലേ പറയാൻ തോന്നുന്നു. ഞാൻ അങ്ങനെയാണ് എഴുതിയത്. അല്ല, ചേഞ്ചസ് ഇൻ ദ വിഷൻ ക്വാളിറ്റി അവിടെ തൊട്ടാ പറയണ്ടേ. അക്കാഡമിക് എക്സലൻസ് പറഞ്ഞതായിരുന്നു. ഇത് മൂന്നും പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ, ഞാൻ വിചാരിച്ചത് ഈ ചാപ്റ്റർ ഞാൻ എടുക്കാനുള്ളതായിരിക്കും വിചാരിച്ചു. ഓക്കെ, നമ്മളിപ്പം അറിയാമോ എഡ്യൂക്കേഷന്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, ഡിസ്ക്രിമിനേഷൻ പാടില്ല. അതാണ് ശരിക്കും ആ സോഷ്യൽ എക്സലൻസ്, അക്കാദമിക് എക്സലൻസ്, നാഷണൽ എക്സലൻസ് അതിൽ വരുന്നത്. കുട്ടികള് ആ ഒരു നമ്മളുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് നല്ല പോലെ ബോധം ഉണ്ടായിരിക്കണം. എല്ലാരെയും ഒരുപോലെ കാണാനായിട്ട് കുട്ടികൾക്ക് പറ്റണം. പിന്നെ നമ്മുടെ രാജ്യത്തിന്റെ ചില വാല്യൂസ് അങ്ങനെയുള്ളതൊക്കെയാണ് ആ ഒരു, അതെല്ലാം എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി അതിൽ വരും. അല്ലാതെ പ്രത്യേക ഒരു മതത്തെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്ന രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റി വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിരിക്കും. നെക്സ്റ്റ്, ചേഞ്ചസ് ഇൻ ദ വിഷൻ ക്വാളിറ്റി. എനിക്ക് ആ എക്സലൻസ് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനത് എടുത്തു പോയോ എന്നൊരു സംശയം തോന്നി. നമുക്കറിയാം ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, എന്തൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അതിന് വിഷൻ ഉണ്ടാകും, മിഷൻ ഉണ്ടാകും അല്ലെ. ഒരു ലോങ് ടേം ഒരു വരുന്ന ഒരു ഔട്ട്കം, ആ ലോങ് ടേമിൽ വരുന്ന ഒരു ഔട്ട്കം. വിഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആ മിഷനുമായിട്ട് കണക്റ്റഡ് തന്നെയാണ്. അതായത് ആ ഒരു വിഷൻ നമ്മൾ പ്രോപ്പർ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതൊരു കാലഘട്ടത്തിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പല ചേഞ്ചസ് വരും. പിന്നെ അതുപോലെ തന്നെ സൊസൈറ്റിയുമായിട്ട് സോഷ്യൽ എക്സ്ട്രാക്ട്, സോഷ്യൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്സ്ട്രാക്ട്, സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ എന്തെങ്കിലും ഒരു ടാസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി, സൊസൈറ്റിയുമായിട്ടുള്ള കണക്ഷൻ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് വിഷൻ ക്വാളിറ്റിയിൽ ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങള്, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഐഡിയോളജിക്കൽ. ടുമാറോ ക്ലാസ് ഉണ്ടോ ജോഫി? അത് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടൊന്നുമില്ല. നാളെ ദിവസം വേണം അല്ലെ. മോസ്റ്റ് പ്രോബബ്ലി കാണില്ലായിരിക്കും. ഇതുവരെ മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കൺഫർമേഷൻ മെസ്സേജ് കിട്ടും കേട്ടോ. പിന്നെ ഹോളിഡേ ആണല്ലോ മാം, ഹോളിഡേ ആണല്ലോ നാളെ, ഹോളിഡേ ആണല്ലോ, ഞങ്ങൾക്കൊക്കെ പള്ളിയിൽ പോണല്ലോ. എന്തെങ്കിലും മെസ്സേജ് വരുമായിരിക്കും. എനിക്ക് ഇതുവരെ ഒരു കൺഫർമേഷൻ വരാത്തതുകൊണ്ടാണ് ഞാനത് കൺഫേം ആയിട്ട് പറയാത്തത് കേട്ടോ. മിക്കവാറും അവധിയായിരിക്കും എന്നാണ് ഞാൻ അറിഞ്ഞത്. നമുക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ടൈറ്റ് കുറെ അവധികൾ വന്ന് ടൈറ്റ് ഷെഡ്യൂൾ വന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ക്ലാസ് ഉണ്ടായിരുന്നു ഏതോ ഒരു വർഷം, എന്നാന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ഇങ്ങനെ നമ്പർ ഓഫ് വർക്കിംഗ് അവേഴ്സ് നോക്കുമ്പോൾ അതിങ്ങനെ കുറഞ്ഞു വന്നപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുവാണെങ്കിൽ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്, ഞാൻ എന്റെ ലൈഫിൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ.
ബാക്കി കാര്യങ്ങളൊക്കെ ഇതിപ്പം എന്താ പറയാ ഈ എല്ലാ വർഷവും ഹസ്ബൻഡിന് 2 ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ ഫാമിലി ഞങ്ങൾ എല്ലാ വർഷവും പുറത്തു പോകുന്നവരാണ്, ഔട്ടിങ് പോകും. അപ്പൊ അവര് പ്ലാൻ ചെയ്തത് ഇന്ന് വാഗമൺ പോവാ. ഞാനും കുട്ടികളും പോയില്ല, ഹസ്ബൻഡ് പോയി. കാരണം നമുക്കിപ്പോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും കാര്യങ്ങൾ. അതിനേക്കാൾ കൂടുതൽ ഒന്ന് അത് പ്രയോറിറ്റൈസ് ചെയ്തു. എനിക്ക് 1 മിനിറ്റ് തരണേ, ദേവേശ് സാർ വിളിക്കും. എടാ പേജ് നമ്പർ എത്രയാടാ മക്കളെ? 111 ചേച്ചി. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. പിന്നീട് ചിലപ്പോൾ വിളിക്കുമ്പോൾ സാറിന് കിട്ടില്ല, അതുകൊണ്ട് ഞാൻ വേഗം തന്നെ കോൾ എടുത്തത്. സാർ എന്തെങ്കിലും അത്യാവശ്യമില്ലാതെ അങ്ങനെ വിളിക്കാൻ. ഓക്കെ ഫെൻ. അപ്പൊ ഞാൻ എന്റെ രീതി കേട്ടോ, ഞാൻ അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യും. ഞാൻ എപ്പോഴും എഡ്യൂക്കേഷൻ ഇങ്ങനെ ആയ സമയത്ത് ഞാൻ ഏറ്റവും അധികം പ്രയോറിറ്റൈസ്, ഞാൻ എന്റെ പ്രാർത്ഥന അതാണ്, വിദ്യാഭ്യാസം എന്നാണ്. ഏറ്റവും ക്വാളിറ്റിയോട് കൂടി കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ വഴി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ, എന്റെ മുന്നിലൊക്കെ ചിലപ്പോ 100 പേരായിരിക്കും വരുന്നത്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും 100, 150, 200 പേരെ ഹാൻഡിൽ ചെയ്യും. അപ്പൊ ലൈക്ക് ഞാൻ എന്റെ കാര്യം മാറ്റി വെച്ച് ഇതിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ പിന്നെ വേറെയും പല കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെയായിരുന്നു, ക്ലാസ് ഉള്ളത് കാരണം ഞാൻ പോയില്ല. അന്ന് ഹസ്ബൻഡ് മാത്രമേ പോയുള്ളൂ. അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ലൈഫിൽ അതിനവർക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ നമ്മള് ചില കാര്യങ്ങൾ അങ്ങനെ കണ്ടില്ല എന്ന് നടിക്കും. ഓക്കെ, അപ്പൊ വിഷന്റെ ക്വാളിറ്റി, ഇപ്പൊ നമ്മള് എഡ്യൂക്കേഷനിലെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ടീച്ചിങ് മാത്രമല്ല, ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതർ സ്റ്റാഫിന്റെ ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയർ, വെൽക്കമിങ് എൻവയോൺമെന്റ്, ടീച്ചർമാർക്കും കുട്ടികൾക്കും മറ്റു സ്റ്റാഫുകൾക്കും എല്ലാരെയും നല്ലതുപോലെ. ചില പ്രിൻസിപ്പൽമാരെ കണ്ടിട്ടില്ലേ, അവര് ടീച്ചർമാരെ മാത്രല്ല ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്, അവരെ മാത്രല്ല പ്രൈസ് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനെയും. അപ്പൊ ആ സ്റ്റാഫുകൾക്ക് അവിടെ നിൽക്കാനായിട്ട് അവിടെ ഒരു ഇഷ്ടം തോന്നും. അവരുടെ കമ്മിറ്റ്മെന്റും റെസ്പോൺസിബിലിറ്റിയും കൂടും. കുട്ടികളെ അവർ നല്ല പോലെ കെയർ ചെയ്യും. അങ്ങനെ അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ആ ഒരു മാറ്റം വരും. പാരന്റ്സിനെ നല്ല രീതിയിൽ ഡീൽ ചെയ്യും. അങ്ങനെ വരുമ്പോൾ പാരന്റ്സ്, മൗത്ത് പബ്ലിസിറ്റി എന്നൊരു കാര്യമുണ്ടല്ലോ, പാരന്റ്സ് മറ്റുള്ളവരോട് പറയും ആ സ്കൂളിൽ ചേർത്താൽ നന്നായിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഒരു കെയർ ഉണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മുടെ കുട്ടികളെ സേഫ് ആയിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മൾ ഡെഫിനറ്റ്ലി അവിടെ തന്നെ കുട്ടികൾക്ക് അഡ്മിഷൻ എടുക്കും. അപ്പൊ അങ്ങനെ വിഷൻ ക്വാളിറ്റി ഈ പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അകത്തം കാര്യങ്ങൾ മാത്രമല്ല, പുറമേയുള്ള ഒരു വാല്യൂസ്, ഐഡിയോളജി, പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ്, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്തിരിക്കും. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലെ
സ്റ്റാഫിനെ സംബന്ധിച്ച് വ്യക്തിപരമായി അവർക്കൊക്കെ പല ഐഡിയോളജിയും പൊളിറ്റിക്കൽ വ്യൂസും ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് വരുമ്പോൾ അവർക്ക് അതൊരു കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അവരുടെ വ്യൂസ് ആയിരിക്കില്ല അവർ പറയുന്നത്. നമ്മൾ BFA പഠിച്ചപ്പോ പറഞ്ഞു, നമ്മളുടെ വ്യൂസ് നമ്മളൊരു സൈഡിൽ വെക്കണം, എന്നിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. ഈ പ്രത്യേകിച്ചും അത് വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാഷ്ട്രീയമുള്ള ചില സ്കൂളുകൾ, കോളേജൊക്കെ ഉണ്ടല്ലോ, രാഷ്ട്രീയ പാർട്ടികൾ പലതുണ്ടല്ലോ. ഇപ്പൊ ഞാനൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്, അവിടെ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്ന സ്കൂൾ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സ്പിരിറ്റ് ആയിരിക്കും, അവർ വിശ്വസിക്കുന്ന ആ പൊളിറ്റിക്കൽ ഇതില്. പക്ഷെ ടീച്ചേഴ്സ് ഒരിക്കലും അത് കാണിക്കാറില്ല അല്ലെ. ടീച്ചേഴ്സ് വളരെ അവരുടെ ഐഡിയോളജി, അവരുടെ പൊളിറ്റിക്കൽ വ്യൂസ് എല്ലാം അവരൊരു കീപ്പ് സൈഡ്, ഒരു സൈഡിൽ വെച്ചിട്ടാണ് അവർ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഏതൊരു പാർട്ടിയുടെ കാര്യങ്ങൾ വന്നാലും കുട്ടികൾ പല കാര്യങ്ങൾ സംസാരിച്ചാലും ഇവർ ഇടപെടില്ല. ചിലപ്പോൾ ക്ലാസ് റൂമിൽ വന്നിട്ട് ഇലക്ഷന്റെ സമയമാകുമ്പോഴേക്കും ഇവര് സംസാരിക്കും. ടീച്ചേഴ്സ് ഒട്ടും ഇടപെടില്ലല്ലോ. ചിലർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി മാറി നിൽക്കും, ചിലർ ആ സൈഡിൽ നിൽക്കും, അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും അവർ സംസാരിക്കും. അതൊക്കെയാണ് എഡ്യൂക്കേഷന്റെ വിഷൻ ക്വാളിറ്റിയിലെ ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ സൊസൈറ്റിയിൽ നടക്കുന്ന പല ചേഞ്ചസിനനുസരിച്ച് വിഷന്റെ ക്വാളിറ്റിയിലും മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ വിഷൻ, മലയാളത്തിൽ പറയുന്ന ദർശനം അല്ലെ, ആ ഒരു ഇതില് അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇത് നമ്മള് ഒരു സൊസൈറ്റിയെ കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു. ഇനി ഗ്ലോബലൈസേഷൻ, ഓൾ ഓവർ ദ വേൾഡ് നോക്കുവാണെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ആ ഗ്ലോബലൈസേഷൻ ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് വാല്യൂസ് എടുത്തിട്ട്, ഇപ്പം നമ്മളിപ്പോ സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ ഇപ്പൊ സ്റ്റേറ്റിന്റെ കുറെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. അത് കൂടാതെ തന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇന്റർനാഷണൽ ആയിട്ടുള്ള വാല്യൂസ്, ഇതെല്ലാം കൂടെ കണക്കിലെടുത്തിട്ടാണ് പല ആക്ടിവിറ്റീസ് നടത്തുന്നത്. സെൻട്രൽ ബോർഡ് ആണെങ്കിൽ അതിനനുസരിച്ചും, പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP-യുടെ കുറെ കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഔട്ട് ഓഫ് ദ വേ ഒന്നും ചെയ്യില്ല. അപ്പം ഇന്റർനാഷണൽ ലെവലിൽ പിന്നെ ചിലപ്പോ ഫോറിൻ കൺട്രീസിലെ ചില സ്കൂളിന്റെ കാര്യങ്ങൾ ഫോളോ ചെയ്യും. അതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ആ ഒരു ക്വാളിറ്റിയുടെ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും ഹ്യൂമൻ റൈറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും മനുഷ്യന്റെ റൈറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ഇതിനകത്തൊന്നും ചോദിക്കാറില്ല. പിന്നെ നെക്സ്റ്റ്, ഷിഫ്റ്റ്സ് ഇൻ ദ ടാസ്ക് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പ്രൊട്ടാഗണിസ്റ്റ് സിസ്റ്റം. മെയിൻ സിസ്റ്റം എന്നുള്ളത് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടാഗണിസ്റ്റ് എന്നുള്ളത്. ഇത് പറയുന്നത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വളരെ ഈ ബ്രിട്ടീഷുകാര് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടെ ഡിസൈൻ ചെയ്ത സമയത്ത് ഒരു മൊണോപോളി പോലെയായിരുന്നു. അത് ഒരാളുടെ കൺട്രോളിലായിരുന്നു, ഒരാളുടെ ഡിസിഷൻ ആയിരുന്നു. ഇപ്പൊ അത് മാറി ഡെമോക്രാറ്റിക് ആയി. അതാണ് ആ ഷിഫ്റ്റ് നടന്നത്. ഇപ്പോഴുള്ള എഡ്യൂക്കേഷൻ, അതായത് ഇൻസ്പെക്ഷൻ മാറി സൂപ്പർവിഷൻ ഒക്കെ ആയത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പൊ മൊണോപോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം മാറി നമ്മളുടെ മെയിൻ സിസ്റ്റം ഒരു ഡെമോക്രസി. എല്ലാവർക്കും അവരുടെ റൈറ്റ്സ്, എല്ലാവർക്കും അവരുടെ വ്യൂസ് ഉണ്ട്, എല്ലാവർക്കും അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇതെല്ലാമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില്. ഇതൊക്കെ അതിന്റെ ക്വാളിറ്റിയെ ആണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പൊ സയൻസിലും അതുപോലെ തന്നെ ടെക്നോളജിയിലും വളരെയധികം ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. അതിനനുസരിച്ചും എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ കൂടുതൽ സ്മാർട്ട് ക്ലാസ് റൂമായി, കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഇൻഫർമേഷൻസ് കിട്ടുന്നു. ഇപ്പൊ ടീച്ചർ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ ഫിംഗർ ടിപ്സിൽ പല കാര്യങ്ങളും അവരറിയും. പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാനുള്ള സപ്പോർട്ടുകൾ കുട്ടികൾക്ക് കിട്ടുന്നു. കുറെ കൂടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ക്വാളിറ്റി കൂടി, സയൻസിന്റെയും ടെക്നോളജിയുടെയും ഇൻഫ്ലുവൻസ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഗ്ലോബലൈസേഷൻ, നാഷണലൈസേഷൻ, പിന്നെ ഷിഫ്റ്റ് നടന്നു മൊണോപോളിയിൽ നിന്നും ഡെമോക്രസിയിലേക്ക്, സയൻസിന്റെയും ടെക്നോളജിയുടെയും ഇൻഫ്ലുവൻസ്. ഇതെല്ലാം എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പഴയ സിസ്റ്റവും ഇപ്പോഴത്തെ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഔട്ട്കം, റിസൾട്ടിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ആ റിസൾട്ട് കറക്റ്റ് വരണമെങ്കിൽ സ്കൂൾ ലെവലിൽ എന്തെല്ലാം ചെയ്യണം, ടീച്ചേഴ്സിന് എന്തെല്ലാം റോൾ ഉണ്ട്, അതർ ടീച്ചിങ് സ്റ്റാഫിന് എന്തെല്ലാം റോള് വരുന്നുണ്ട്,
പിന്നെ അവിടെ ഒരു ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ സൂപ്പർവൈസർ അല്ലെങ്കിൽ HM പ്രിൻസിപ്പൽ ആ ഒരു സൂപ്പർവൈസറുടെ റോള് ചെയ്യുന്ന ആൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം. പിന്നെ വിഷനിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് വരുന്ന വിഷൻ എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ഐഡിയ വെച്ചിട്ട് വിഷൻ ഒരിക്കലും ഡിസൈൻ ചെയ്യരുത്. പല പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റും ഐഡിയോളജിയും എഡ്യൂക്കേഷൻ ക്വാളിറ്റിയിലെ മറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ജനറൽ ആയിട്ടൊരു വിഷൻ, എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു വിഷൻ ആയിരിക്കണം. അല്ലാതെ ഒരാളുടെ മാത്രം വ്യൂസിൽ പോകുന്ന രീതിയിൽ വിഷൻ അല്ല. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, പിന്നെ ഇതിന്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷണൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യേണ്ട ഭാഗമായിട്ട് 1997 യൂണിവേഴ്സിറ്റി 21 U21 എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേഷൻ ഫോം ചെയ്യുകയുണ്ടായിരുന്നു. ഈ U21 നമുക്ക് 6 രാജ്യങ്ങളാണ് വന്നത്, 6 എന്താ പറയുക കോണ്ടിനെന്റ്സ് ആണ് വന്നത്. യൂറോപ്പ്, ഏഷ്യ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ആഫ്രിക്ക, ആ ഒരു രീതിയിൽ. അപ്പൊ ഏഷ്യയിൽ നമ്മളുടെ രാജ്യമൊക്കെ വന്നല്ലോ. അങ്ങനെ U21 എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ലോഞ്ച് ചെയ്തു. ഇതിന്റെ ഉദ്ദേശം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൂടുതൽ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസിന് നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ഫോം ചെയ്യാനായിട്ടുള്ള പ്ലാൻസ്, അതായത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. 1997 ഇത് ലോഞ്ച് ചെയ്തെങ്കിലും ഇതിന്റെ ഉദ്ദേശം ഗ്ലോബലൈസേഷൻ തന്നെയാണ്. എല്ലാ രാജ്യങ്ങളിലേക്കും നല്ല സ്റ്റാൻഡേർഡ് ഓഫ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് U21 ഉദ്ദേശം. ഇത് സ്ഥാപിച്ചത് ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്. ഈ 1997 U21 അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ് 21 എന്ന് പറഞ്ഞ സ്റ്റാർട്ട്. ഇവന്റെ യൂണിവേഴ്സിറ്റീസ് 21 എന്ന് പറഞ്ഞാലും ഓവറോൾ ഇതിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ രാജ്യങ്ങളിലെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് ഇതിന്റെ പല ആപ്ലിക്കേഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടുന്ന സപ്പോർട്ട്, ഫെസിലിറ്റീസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ. ഓക്കെ, അത് ഏത് ലെവലിലാണെങ്കിലും, ലോവർ ലെവലിലാണെങ്കിലും, ചെറിയ ക്ലാസ്സിലാണെങ്കിലും, ഹയർ ലെവലിലാണെങ്കിലും, യൂണിവേഴ്സിറ്റീസിലാണെങ്കിലും ഇതിന്റെ ക്വാളിറ്റീസ് അത് നല്ല രീതിയിൽ തന്നെ നല്ല എക്സലന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട രീതിയിലാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്ത് കാര്യം ചെയ്താലും അതിൽ ചലഞ്ചസ് ഉണ്ടാവും. ചലഞ്ചസ് ഓഫ് ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. നല്ല സ്റ്റാൻഡേർഡിൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക, അത് തന്നെയാണ് ക്വാളിറ്റി ഇൻ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത്. എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി, എന്തൊക്കെ ക്രൈസിസ് വന്നാലും അതിനെയൊക്കെ സോൾവ് ചെയ്ത് നല്ല സ്റ്റാൻഡേർഡ് പ്രൊവൈഡ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് U21 സ്ഥാപിച്ചത്. അങ്ങനെ നല്ലൊരു ഗോൾഡ് സ്റ്റാൻഡേർഡ്, ഇപ്പൊ അമേരിക്കൻ റിസർച്ച് യൂണിവേഴ്സിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ലെവലാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ്. ഗോൾഡിന്റെ മൂല്യം അറിയാം, അതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ഒരു നെയിം വെച്ചിരിക്കുന്നത്. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷനിലെ ചലഞ്ചസ്. ചലഞ്ചസും അതിനെ ഓവർകം ചെയ്യണം. അപ്പൊ അതാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് കമ്പഡൻസ് ആണ് നെക്സ്റ്റ്. കമ്പഡൻസ് ഫോർ ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ്. നമുക്കറിയാം എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും പല ചലഞ്ചസ് വരാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഒരു കുട്ടിയെ ആ ഒരു ടീച്ചറെ കിട്ടിയപ്പോഴേക്കും അവർ ആ ടീച്ചറെ കൊണ്ട് മാക്സിമം വർക്ക് ചെയ്യിക്കാൻ നോക്കി. അതാണ് ADHD, ഓട്ടിസ്റ്റിക്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പല സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ ഒരുമിച്ചെടുത്ത് ലേൺ ചെയ്യിക്കാനായിട്ട് അവരോട് പറഞ്ഞു. പക്ഷെ അത് നടക്കില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ധൈര്യമായിട്ട് പറയണം, ഈ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ തന്നെ വേണം. ചെറിയ രീതിയിൽ സംസാരിച്ചത് കേട്ട് എനിക്ക് മനസ്സിലായി ഹയർ ഡിഗ്രിയിൽ അവർക്ക് ഇഷ്യൂസ് ഉണ്ട്, ഡിഫോമിറ്റീസ് ഉണ്ട്, ഡിസബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ട്രെയിൻഡ് ആയിട്ടുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തന്നെ വേണം. ഇതൊക്കെയാണ് ചലഞ്ചസ് വരുന്നത്, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ വരുന്ന ഒരു ചലഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ ഓവർകം എങ്ങനെ ചെയ്യാം, അതിന് വേണ്ടുന്ന കമ്പണൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് വരുന്നത്. ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് അത് കൊടുത്തിട്ടുണ്ട്. ആദ്യം 3 ഫാക്ടേഴ്സേ വരുന്നുള്ളൂ. നമുക്കറിയാം ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരുന്ന സ്റ്റാഫിന്റെ ക്വാളിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. കാരണം പലപ്പോഴും സ്റ്റാഫ് ജസ്റ്റ് ഒരു ടോപ്പിക് പഠിപ്പിച്ച് സ്റ്റുഡൻസിന്റെ മുമ്പിൽ പോയി പ്രസന്റ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം, ചിലപ്പോൾ സിലബസ് ഡിസൈൻ ചെയ്യണം,
സിലബസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ കുട്ടികളെ റിലേറ്റഡ് സ്റ്റഡിക്ക് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. അങ്ങനെ പല കാര്യങ്ങളും ഒരു ടീച്ചർ ചെയ്യേണ്ടതായിട്ട് വരും. ക്വാളിഫിക്കേഷൻ ഓഫ് സ്റ്റാഫ് അത് നല്ല രീതിയിൽ ആണെങ്കിൽ, നല്ല ക്വാളിഫിക്കേഷൻ സ്റ്റാഫ് ആണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള കരിക്കുലം ഡിസൈൻ ആകും. കുട്ടികൾ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് മാറും. കാരണം സ്റ്റാഫ് ആണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യുന്നതും അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും. അപ്പൊ അതിനനുസരിച്ച് നല്ല ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ആയിട്ട് മാറും. ഇനി എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ്. നമുക്കറിയാം, നമ്മൾ കുട്ടികളെ നമ്മൾ പറഞ്ഞു എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ 5 കീ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലേണിംഗ് എക്സ്പീരിയൻസ്, ലേണിംഗ് എൻവിയോൺമെന്റ്, അതിലെ 2 കീ ഫാക്ടേഴ്സ് ആണ് അല്ലെ. അപ്പൊ എഡ്യൂക്കേഷൻ എക്സ്പീരിയൻസ് ഓഫ് സ്റ്റുഡൻസ് ക്ലാസ് റൂമിൽ പല കാര്യങ്ങളും ലേൺ ചെയ്യുന്നു, അവർക്ക് നല്ല ലേണിംഗ് സപ്പോർട്ട് കിട്ടുന്നു. ആ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ് സപ്പോർട്ടോട് കൂടിയാണ് ഇവർ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത്. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സക്സസ്ഫുള്ളി അവർ ഈ ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ആ കുട്ടികളെ അപ്രൈസൽ കൊടുക്കണം അല്ലെ, അവർക്ക് നല്ലപോലെ റിവാർഡ്സ് കൊടുക്കണം. പൊതുവെ ഓരോ ചില ടീച്ചേഴ്സ് അവരുടെ സബ്ജക്റ്റിന് ഹയർ മാർക്ക് കിട്ടുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഇത്ര മാർക്കിന് കൂടുതൽ ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഗിഫ്റ്റ് തരും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പൊ അതാണ് ആ നമ്പർ ഓർ ടൈപ്പ് ഓഫ് റിവാർഡ്സ്. എപ്പോഴും അപ്രൈസൽ വളരെ നല്ലത് തന്നെയാണ്. നമ്മൾ മോണ്ടിസോറി മെത്തേഡിലെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിൽ പറയുന്നുണ്ട് നോ റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്, ബട്ട് വി ക്യാൻ ഹാവ് അപ്രൈസൽ. നമ്മൾ സ്റ്റാർ വരച്ചു കൊടുക്കുന്നത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് അവർക്ക് വലിയ മെഡലും മൊമെന്റോയോ ഒന്നും കിട്ടുന്നതിനോടൊന്നും ആയിരിക്കില്ല താല്പര്യം. ടീച്ചർ ഒന്ന് ഹഗ് ചെയ്യണതോ ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുന്നതോ ഒക്കെ ആയിരിക്കും. അതൊക്കെ തന്നെയാണ് ഈ അപ്രൈസൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ റേഞ്ച് ഓഫ് ലേണിംഗ് റിസോഴ്സസ്, നമ്മൾ പല രീതിയിലുള്ള റിസോഴ്സസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഒപ്പം തന്നെ പ്രോസസ് നടത്തേണ്ട സ്റ്റുഡൻസിന്റെ അസസ്മെന്റ്. ചിലപ്പോൾ നമ്മളത് എക്സാംസ് ആയിട്ട് കണ്ടക്ട് ചെയ്യും, യൂണിറ്റ് ടെസ്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ തന്നെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നടത്തി അസസ് ചെയ്യിക്കും. അങ്ങനെ അപ്പൊ സ്റ്റുഡൻസ് വർക്ക്, അവരുടെ സ്കിൽസ്, നോളജ് ഇതെല്ലാം നല്ല രീതിയിൽ ഇംപ്രൂവ് ആകുന്നു. കുട്ടികൾ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. വെറുതെ വന്ന് ക്ലാസ്സിൽ വന്ന് ഇങ്ങനെ വായിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഔട്ട്പുട്ടും ഉണ്ടാവില്ല. കുട്ടികളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിട്ടിരുന്നില്ലെങ്കിലും അവർ ശ്രദ്ധിക്കുകയില്ല. അതേസമയം കുട്ടികളുടെ ഹൃദയത്തിൽ തൊടണം അല്ലെ ടീച്ചർ. അപ്പൊ അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ അപ്രൈസിലൊക്കെ അതിന്റെ ഭാഗമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾക്കറിയാം കുട്ടികളുടെ നമ്പറും ടീച്ചറും ആ ഒരു റേഷ്യോ വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ആ ക്വാളിറ്റി, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയുടെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. സാധാരണഗതിയിൽ ശരിക്കും പറയുന്നത് 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ്. പക്ഷെ പലപ്പോഴും 40ഉം 50ഉം കുട്ടികളെയാണ് ഒരു ടീച്ചർ മാനേജ് ചെയ്യുന്നത്. കൂടി വന്നാൽ 40 മിനിറ്റ്സ് 50 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും മാക്സിമം ഒരു പീരീഡ്. 1 മിനിറ്റ് ഒരു കുട്ടിക്ക് പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ടീച്ചേഴ്സ് സ്ട്രഗിൾ ചെയ്യും. അതാണ് പലപ്പോഴും ചില കുട്ടികൾ അങ്ങ് ബാക്കിലേക്ക് ആയി പോകുന്നത്. ചില കുട്ടികൾക്ക് നല്ല കെയർ വേണ്ടി വരും, ചില കുട്ടികൾക്ക് ശരി ഒന്ന് ട്രിഗർ ചെയ്താൽ മതിയായിരിക്കും. അങ്ങനെ പല ലെവലിലുള്ള ലേണിംഗ് ഉള്ള കുട്ടികളായിരിക്കും നമ്മുടെ മുന്നിൽ വരുന്നത്. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളിൽ 15 കുട്ടികളായിരുന്നു. ഈ 15 കുട്ടികൾക്ക് ഞങ്ങൾ 3 ഫെസിലിറ്റേറ്ററും ഞങ്ങളുടെ ഡയറക്ടറും ഉണ്ടായിരുന്നു. അപ്പോൾ അറ്റ് എ ടൈം ഞങ്ങൾ 5 കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിക്കുമ്പോൾ ഓരോരുത്തർക്കും 5 പേര് ആ ഒരു രീതിയിലായിരുന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചു. അപ്പൊ അതുപോലെയാണ് അവിടെ റേഷ്യോ ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ലോവർ പീപ്പിൾ ടീച്ചർ റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ഹയർ ക്ലാസ്സിലുള്ള കുട്ടികൾക്കും 20 കുട്ടികൾക്ക് ഒരു ടീച്ചർ എന്നുള്ളത് തന്നെയാണോ ഏറ്റവും നല്ലത്? ഹയറിലാകുമ്പോ ഒരു 7th 8th വരുമ്പോ അത് തന്നെയാണ് നല്ലത്. പക്ഷെ അങ്ങനെയൊന്നും നമ്മുടെ നാട്ടിൽ നടക്കണില്ലല്ലോ. 40-50 സ്റ്റുഡൻസ് അല്ലേ ഒരു ക്ലാസ്സിൽ. അതെ, ഒരു ക്ലാസ്സിൽ 40 സ്ട്രെങ്ത് ഒക്കെ കാണുന്നുണ്ട്. ആകെ അവർ ചെയ്യുന്നത് ആ ഒരു റേഷ്യോ അവർ ചെയ്യുന്നത് എവിടെ എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ഹാളിൽ മാത്രമേ ഉള്ളൂ. 21 കുട്ടി വന്ന 2 ടീച്ചർ വരും എക്സാം ഹാളിൽ. എക്സാമിന്റെ ആ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ, എക്സാം ഡ്യൂട്ടി സമയത്ത് മാത്രം റിസോഴ്സസ് അവർ ശരിക്കും കൊടുക്കും. പക്ഷെ ക്ലാസ് റൂമിൽ അത് നല്ല ടഫാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് 50 പേരായിരുന്നു ഞങ്ങൾ ക്ലാസ് റൂമിൽ. എനിക്ക് കുറെ പേര് തഴയപ്പെടും, ഇങ്ങനെ ബാക്കിലേക്ക് ആയി പോകും. അതെ, ബാക്കിലുള്ള കുട്ടികൾ എപ്പോഴും ബാക്ക് തന്നെയായി പോകും. 40 ആയാലും അങ്ങനെയല്ല. 40 സ്റ്റുഡൻസിലും എനിക്ക് തോന്നുന്നത് കുറച്ച് പഠിക്കാത്ത കുട്ടികൾ എപ്പോഴും പഠിക്കാണ്ട് തന്നെ ഇരിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. കാരണം ട്രഡീഷണൽ മെത്തേഡ് എന്തായാലും ഗ്രൂപ്പ് ലേണിംഗ് ആണ്, ഒരുമിച്ചിരുത്തിയിട്ടുള്ള പഠിപ്പിക്കലാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്രൗഡ് കൂടുമ്പോൾ
ഒട്ടും നല്ലൊരു ഔട്ട്പുട്ട് ടീച്ചർക്കും കൊടുക്കാൻ പറ്റില്ല. ആ ഒരു അത്രയും അല്ലെങ്കിൽ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ ആയിരിക്കണം കുട്ടികളെ അത്രയും എൻഗേജ് ചെയ്യിക്കാൻ പറ്റുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് ഒരു ഇമോഷണൽ കണക്ഷൻ വരുന്നത്. ആ ടീച്ചേഴ്സ് ഒക്കെ സക്സസ് ആവും. ഈ 50 കുട്ടികളെ ഒരുപോലെ അവർ കൊണ്ടുപോകും. അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ അതുപോലെ മെച്ചൂർ ആയിരിക്കണം. വലിയ PG ലെവലിലൊക്കെ പഠിക്കുന്നവരെ ഇപ്പൊ ഒരു വലിയൊരു ഹാളിൽ 100 PG സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരു പ്രൊഫസർ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളവൻ ശ്രദ്ധിക്കും. ആ ഒരു ഇതേ ഉള്ളൂ. അത് ബേസ് നോളജ് അല്ലല്ലോ. മറ്റേ സ്കൂൾ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫൗണ്ടേഷൻ ആണ് ശരിക്കും. സ്കൂൾ ശരിക്കും ഫൗണ്ടേഷൻ പോലെ തന്നെയല്ലേ, പിന്നെയല്ലേ ഹയറിലേക്ക് പോകുന്നുള്ളൂ. ഓൺലി ഓക്കെ 7th വരെയെങ്കിലും അങ്ങനെ ഒരു ഇത് വേണം അല്ലെ. കുട്ടികൾ ഒരു 20 സ്റ്റുഡൻസിനെ മാത്രമേ ഒരു ടീച്ചേഴ്സിന് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും കുറച്ചുകൂടി ബെറ്റർ ആവും തോന്നുന്നു. അതൊക്കെയാണ് ശരിക്കും ഈ ക്വാളിറ്റിയെ ബാധിക്കുന്ന കുറെ ഫാക്ടേഴ്സ്, ചലഞ്ചസ്. ഇത് ടീച്ചേഴ്സിന്റെ ഇംപ്രൂവ്ഡ് ക്വാളിഫിക്കേഷൻ. ചിലപ്പോൾ ടീച്ചർമാർ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ട്രെയിനിങ്ങിനൊക്കെ പോകാറുണ്ടല്ലേ. അവരുടെ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനും ക്വാളിഫിക്കേഷന് അവർ ഹയർ ലെവലിന് ചിലപ്പോൾ PG എടുക്കും, PhD എടുക്കും, അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത്. നമ്മൾ കൊച്ചു കുട്ടികളാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ കുറച്ച് സൈക്കോളജിയും കുട്ടികളുടെ അതൊക്കെ മനസ്സിലാക്കുന്ന രീതിയിൽ ഷോർട്ട് ടേം കോഴ്സും ഇതിന്റെ ഒപ്പം ചെയ്യുവാണെങ്കിൽ നമുക്ക് റിലേറ്റഡ് സ്റ്റഡിയുമാണ്. നമ്മൾ വർക്കും ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്കൊരു റിലേറ്റഡ് സ്റ്റഡിയും കിട്ടും. നമുക്ക് കുറച്ചുകൂടെ കുട്ടികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. സ്മാർട്ട് സ്വിൽ കോഴ്സ് ഉണ്ടോ മാം? സ്മാർട്ട് സ്വില് ഇപ്പൊ ഇല്ല, ഫ്യൂച്ചറിൽ ഉണ്ടാവും എന്നറിയില്ല. അങ്ങനെയൊക്കെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല റിസോഴ്സസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് എത്ര മന്ത് ചെയ്യുന്ന കോഴ്സാ? കുട്ടികളുടെ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കോഴ്സ് ഇല്ലേ, ഷോർട്ട് ടേം കോഴ്സ്, അത് എത്ര മന്ത് വരുന്നതായിരിക്കും? 3 മന്തോ അങ്ങനെ എങ്ങനെയാണ്? 6 മന്ത്സോ? അത് പലയിടത്തും പല രീതിയിലാണ്. ഇഗ്നോയുടെ കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ് ഒക്കെ അങ്ങനെ അവൈലബിൾ ഉണ്ട്. അതൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ 1 ഇയർ കോഴ്സ് ഒക്കെ വരുമായിരിക്കും. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടുള്ള ഒരു പ്ലാനറ്റ് അതിന്റെ ഒരു കോഴ്സ് ആയിരുന്നു. എനിക്ക് ഇത് അനാലിസിസ് ടെക്നിക്സിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ കോഴ്സിന് ജോയിൻ ചെയ്തത്. അത് ഞങ്ങൾക്ക് ഒരു 1 മന്തിന്റെ കോഴ്സ് ആയിരുന്നു. ആഴ്ചയിൽ 5 ദിവസം 1 അവർ സെഷൻ ഓൺലൈൻ ആയിരുന്നു. അത് എനിക്കത് നല്ലതായിട്ട് തോന്നി, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട്. അവരുടെ അങ്ങനെ പല 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 കോഴ്സസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി MSW ചെയ്തപ്പോൾ അതിനകത്ത് സൈക്കോളജി പാർട്ട് കുറെ വന്നു. പിന്നെ മോണ്ടിസോറിയിലും സൈക്കോളജി പാർട്ട് ഉണ്ടല്ലോ. അതുതന്നെ ഞാൻ സൈക്കോളജിയിലേക്ക് പോയില്ല. ഇതുപോലെ ചൈൽഡ് സൈക്കോമെട്രിക് അനാലിസിസ്, അതായത് കുട്ടികളിലെ ഏതെങ്കിലും ഡിസബിലിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് അസസ്മെന്റ് ചെയ്ത് മനസ്സിലാക്കി അവർക്ക് എന്ത് ഇന്റർവെൻഷൻ കൊടുക്കാൻ പറ്റും എന്നുള്ളത്, ആ ഒരു കോഴ്സ് ആയിരുന്നു അത്. അതെനിക്ക് നല്ലതായിട്ട് തോന്നി. അതായത് ഞങ്ങൾ 1 മാസത്തെ കോഴ്സ് ആഴ്ചയില് 5 ദിവസം അങ്ങനെ 1 അവർ വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു കോഴ്സ് ആയിരുന്നു. ഏകദേശം 3000 ആയിരുന്നു അതിന്റെ ഫീസ്. അപ്പൊ അവരുടെ നല്ലതായിട്ട് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളുണ്ട്. അതൊരു പ്രൈവറ്റ് ഒരു അക്കാദമിയാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും ആലോചിച്ചില്ല, അതിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ 1 ഇയർ കോഴ്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം, സർട്ടിഫൈഡ് കോഴ്സ്. പക്ഷെ അതിന്റെ ക്വാളിറ്റിയും കൂടെ നോക്കണം, കാരണം എല്ലാം നല്ലതായിരിക്കണം എന്നില്ല. അല്ലേ, ഞാൻ ഉദ്ദേശിച്ച മാം പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു കുട്ടികൾ സൈക്കോളജി അറിഞ്ഞിരിക്കുക എന്നുള്ള ഒരു കോഴ്സ് എന്നുള്ള രീതിയിൽ ചെറിയൊരു ഷോർട്ട് ടേം, ഇപ്പൊ മാം പറയും അത് വർത്താവും തോന്നുന്നു. ചെറിയൊരു കോഴ്സ് ഇത് കുട്ടികളെ ഞാൻ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കുട്ടികളെ പറ്റി മനസ്സിലാക്കുക, ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു കോഴ്സ്. കോഴിക്കോട് അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പ്ലാനറ്റിൽ നേരിട്ട് പോയിട്ട് ഒരു ഇന്റേൺഷിപ്പ് പോലെയൊക്കെ ചെയ്യാൻ പറ്റും. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. അവിടെ നേരിട്ട് പോയി ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കിട്ടും. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാം എന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലായി. എന്ന് വെച്ചാൽ അവിടെ കുട്ടികളെ കൊണ്ടുവരും, ഇതുപോലെ സ്പെഷ്യൽ നീഡ്സ് ആവശ്യമുള്ള കുട്ടികളെ അവർ പാരന്റ്സ് കൊണ്ടുവരുമല്ലോ. അപ്പൊ നമുക്ക് ഇത് തെറാപ്പി ചെയ്യുന്ന ആളുടെ കൂടെ ഇരുന്നിട്ട് നമുക്കിത് കാണാനും ചെറിയ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യിക്കാനും പറ്റും. അപ്പൊ നമുക്കൊരു പ്രാക്ടിക്കൽ ഒരു എക്സ്പീരിയൻസും കൂടെ കിട്ടുമല്ലോ.
എന്റെ ഒരു അഭിപ്രായത്തിൽ നേരിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമ്മളുടെ ഒരു കൺവീനിയന്റ് അനുസരിച്ച് നേരിട്ട് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിലേക്ക് പോകുവാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മൾ ഓൺലൈനിലൂടെ ആ ഒരു തിയറി മാത്രമേ നമ്മൾ അറിയണുള്ളൂ, എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. അല്ല മാം, ഈ ഓൺലൈനായിട്ട് ചെയ്യുന്നവർ ഇപ്പൊ നമുക്കിപ്പോ പ്രാക്ടിക്കല് നമ്മളിപ്പോ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നില്ല, അതുപോലെ അങ്ങനത്തെ എന്തെങ്കിലും അവര് ചെയ്യുന്നുണ്ടോ? അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ലേ അത് നമ്മൾ റിക്വസ്റ്റ് ചെയ്താൽ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് നമ്മളുടെ നിയർ ബൈ പ്ലേസിലൊന്നും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നമ്മുടെ മോണ്ടിസോറി ബാച്ചിലുണ്ടായിരുന്ന കുറെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അത് കുട്ടികളെ, അതായത് ലേണിംഗ് ഡിസോർഡർ ഉള്ള കുട്ടികളെ നമുക്ക് എങ്ങനെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ്. അപ്പൊ ഞാൻ കുറെ പേർക്ക് അന്ന്, അതായത് ഒരു വർഷം മുമ്പാട്ടോ സജസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെയും തേർഡ് ബാച്ചിലെയും കുട്ടികൾ ജോയിൻ ആയിരുന്നു. അവർക്ക് നല്ലതുപോലെ അത് എഫക്റ്റീവായി, കാരണം അവർ KG സെഷനിലേക്ക് പഠിപ്പിക്കാൻ പോകാൻ തുടങ്ങുമായിരുന്നു. പിന്നെ അത് കൂടാതെ ഓൺലൈനായിട്ട് കുട്ടികളെ ഇവർ പ്രൊവൈഡ് ചെയ്യും. അതായത് ഇതുപോലെ ചെറിയ ഡിസോർഡർ ആയിട്ട് വന്ന കുട്ടികളെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ജവാദ് എന്ന് പറഞ്ഞൊരു സാറാണ്. സാറ് നല്ല പോലെ അത് യങ്ങാണ്. സാറ് നന്നായിട്ട്, സാറിന് എല്ലാ ഏരിയയെ കുറിച്ചും നല്ല അറിവാണ്. അപ്പം കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അങ്ങനെ പല ADHD അങ്ങനെ ഓരോരോ ഇതിലും ഏരിയയിലും സാറ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഉണ്ടോ മാം? എന്തോ അതിപ്പോഴും ഉണ്ടോ മാം പറയുന്നേ? ലൈവാണ്. ഈ സാറിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ തരാം. ഓക്കെ. വിളിച്ചിട്ട് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സും ഡീറ്റെയിൽസും ഒന്ന് ചോദിക്കുക. ഇങ്ങനെ നമ്മൾ ഏത് ഫീൽഡിലാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്കമിങ് ക്ലാസ്സസിന്റെ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് ഷെയർ ചെയ്യും. പിന്നെ ഇതുപോലെ നമ്മളുടെ ഏതെങ്കിലും കുട്ടികൾക്ക് ഇതുപോലെ ലേണിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെറ്റർ പ്ലേസ് ആണ്. ഓക്കെ, നമ്മളിത് പറഞ്ഞത് ഇതുവരെയൊന്നും ഞാൻ എക്സാമിന് യാതൊന്നും ചോദിക്കില്ല കേട്ടോ. കാരണം കാര്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ചോദിക്കാനൊന്നുമില്ല. ആസ് എ ടീച്ചർ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഈ ക്വാളിറ്റി മാനേജ്മെന്റ് എഡ്യൂക്കേഷനിൽ U21 ഒക്കെ എന്താന്നൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവരിങ്ങനെ എഡ്യൂക്കേഷണൽ എൻവയോൺമെന്റിൽ അവർ അപ്ഡേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. U21 ഉദ്ദേശം അതാണ്. ഏറ്റവും ക്വാളിറ്റി ഉള്ള രീതിയിൽ എഡ്യൂക്കേഷൻ മാറ്റുക എന്നുള്ള ഉദ്ദേശം തുടങ്ങിയതാണ് U21. പിന്നെ പലപ്പോഴും എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി കുറയാൻ കാരണം ലാക്ക് ഓഫ് ഫണ്ട് തന്നെയാണ്. റിസോഴ്സസ്, ഫിനാൻഷ്യൽ റിസോഴ്സസ്. നല്ല പേയ്മെന്റ് ടീച്ചേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ദേ ആർ വെരി ഹാപ്പി. കാരണം ചെയ്യുന്ന എഫേർട്ടിന് ഡീസന്റ് പേ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരുടെ റെസ്പോൺസിബിലിറ്റി, കമ്മിറ്റ്മെന്റും നല്ല പോലെ കൂടും അല്ലെ. അതേസമയം അവരെ മാക്സിമം യൂസ് ചെയ്തിട്ട് അവരെ ലോ പേയ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ മടുത്തു പോകും അല്ലെ. അപ്പൊ അതും ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അത്രയും സർവീസ് മനോഭാവം ഉള്ളവരായിരിക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മളെ ഇങ്ങനെ ലോ പേയ്മെന്റ് തരുമ്പോൾ ശരിക്കും ഒരു വിഷമം തോന്നും. നമ്മുടെ ടൈമിനൊരു വിലയില്ലാത്ത പോലെ ഫീൽ ചെയ്യും. അപ്പൊ ശരിക്കും ഈ ക്വാളിറ്റീനെ അഫക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ റിസോഴ്സസ് തന്നെയാണ്. കുട്ടികളുടെ നമ്പർ കൂടുതലാണ്. കുറെ കുട്ടികളെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിപ്പിക്കണം. പക്ഷെ നമുക്കാണെങ്കിൽ പേയ്മെന്റ് തരില്ല. ആ ഒരു രീതി. ചില ഇടത്ത് നല്ല രീതിയിലുള്ള റിസോഴ്സസ് ഉണ്ട്. എക്സ്റ്റേണൽ ആയിട്ടുള്ള റിസോഴ്സസിനെ യൂസ് ചെയ്യും കുട്ടികൾക്ക് ട്രെയിൻ ചെയ്യാൻ. ഇപ്പം മോനും ഒക്കെ പഠിച്ചിരുന്ന സ്കൂളില് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് ഗോവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കണം നമ്മള്. ഗോവൻ ഒരു കുട്ടി ഒരു വർഷത്തേക്ക് 1000 rupees അങ്ങനെയാണ് അവരുടെ പേയ്മെന്റ് പോകുന്നത്. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികള് ക്ലാസ് എടുക്കുന്ന സമയത്തും കുട്ടികളുടെ കൂടെ ഉണ്ടാവും. അതുപോലെ തന്നെ കുട്ടികള് ഈവൻ PT പീരീഡ് ഒരു പുറത്ത് കളിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കും, ഇംഗ്ലീഷിൽ തന്നെ സംസാരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല കുട്ടികളെല്ലാം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്തിരുന്നു. അതിന് ഫണ്ട് ഉണ്ടെങ്കിലാണല്ലോ ആ ഒരു സ്കൂളിന് ആ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതും കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കും. അപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുമ്പോൾ അവർക്ക് ചിലപ്പം 1000 എന്നുള്ളത് 500 വാങ്ങിച്ചാൽ മതിയാകും. പക്ഷെ കുട്ടികൾ കുറവാകുമ്പോൾ ചിലപ്പോൾ 1000 അല്ലെങ്കിൽ മോർ ദാൻ 1000 ഒക്കെ വാങ്ങേണ്ടി വരും അവരുടെ ഒരു പേയ്മെന്റ് അനുസരിച്ച്, റിക്വയർമെന്റ് അനുസരിച്ച്.
അങ്ങനെയൊക്കെ രീതിയിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട് പല സ്കൂളുകളും. അതിനനുസരിച്ച് ഫണ്ട് പാരന്റ്സ് അത് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് എടുക്കാനും പറ്റാതെ വരും. അങ്ങനെ ആ രീതിയിലുള്ള ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പബ്ലിക്കിന്റെ ഒരു വ്യൂ പോയിന്റിലും പബ്ലിക് പുറത്തുനിന്നുള്ള ഫണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചിലയിടത്ത് നമ്മൾ ചിലപ്പോ ഞങ്ങൾ പഠിച്ച സ്കൂളിലേക്ക് കളക്ട് ചെയ്ത് അങ്ങനെ ഒരു ഫണ്ട്, ഒരു ട്രസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് അതിൽ ഞങ്ങൾ മാക്സിമം ക്യാഷ് കളക്ട് ചെയ്ത് വെക്കും. ഓരോ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്കൂളിന് പല ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ. യൂണിഫോം ഗവൺമെന്റ് സൈഡിൽ നിന്ന് പ്രൊവൈഡ് ചെയ്താലും ചിലപ്പോൾ ഒരു ജോലിയോ അങ്ങനെ എന്തൊക്കെയല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ വേണ്ടി വരും, കാരണം 5 ദിവസം യൂസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും എക്സ്ട്രാ ഫണ്ട് കണ്ടെത്തണം. അപ്പൊ അങ്ങനെ ഒരു എക്സ്ട്രാ ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇതുപോലെ കളക്ട് ചെയ്ത് നമ്മൾ ഓൾഡ് സ്റ്റുഡൻസിന്റെ ഒരു ട്രസ്റ്റ് പോലെ ഫോം ചെയ്ത് അങ്ങനെ കൊടുത്തിരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ് വന്ന സമയത്ത് അതൊന്നും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യൂലല്ലോ. ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ വേണ്ടുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ വാങ്ങാൻ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അങ്ങനെ പബ്ലിക് എക്സ്പെൻഡിച്ചറും കൂടെ വരും. അങ്ങനെ വരുമ്പോഴാണ് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് ക്വാളിറ്റി വരുന്നത്. അപ്പൊ അതൊക്കെ ആ ഒരു സൊസൈറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സൊസൈറ്റിയിൽ എത്ര പേര് അതിന് മുന്നോട്ട് വരും അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അത് നമുക്ക് നിർബന്ധിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഫണ്ടല്ല. റിസോഴ്സസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല എത്ര കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പൊ കൂടുതലും പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ക്വാളിറ്റി മാനേജ്മെന്റ് ചിലപ്പോൾ ഒരു ക്ലാസ് കൊണ്ട് വേണ്ടി വരികയായിരിക്കും. റൈറ്റ് എഡ്യൂക്കേഷണൽ പ്രോസസ്സിന് നല്ല ഒരു മാനേജ്മെന്റ്, നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാനേജ്മെന്റ് യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ പല രീതിയിലുള്ള പ്രാക്ടീസും എക്സ്പീരിയൻസസും കിട്ടണം. കോളേജ്, സ്കൂൾ ഏത് തലങ്ങളാണെങ്കിൽ ശരി നല്ലൊരു മാനേജ്മെന്റ് വേണം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാനേജ്മെന്റ് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മാനേജ്മെന്റിന് 4 ആസ്പെക്ട്സ് ഉണ്ട്. ഓവറോൾ ക്വാളിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ ആയാലും യൂണിവേഴ്സിറ്റി ആയാലും കോളേജ് ആണെങ്കിലും എങ്ങനെയുള്ള ഒരു അക്കാദമി ആണെങ്കിലും അതിന്റെ ഓവറോൾ ക്വാളിറ്റിക്ക് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ്. ഒരു ലീഡർ ഇല്ലാത്ത ഇടം, നാഥനില്ലാത്ത ഇടം നമ്മൾ പറയുന്ന പോലെ തന്നെ ലീഡർ വേണം. ലീഡർ വേണം. ആ ഒരു നല്ല ലീഡർഷിപ്പ്, നമ്മളിപ്പോ സൂപ്പർവൈസറുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു മാനേജ്മെന്റ് നല്ലൊരു ലീഡർഷിപ്പ് വേണം. അതായത് ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ ലീഡ് ചെയ്യാനായിട്ട് പറ്റണം. കാരണം ടീച്ചേഴ്സിനെ ലീഡ് ചെയ്യുമ്പോഴാണ് ടീച്ചേഴ്സിന് ക്ലാസ് റൂം നല്ല രീതിയിൽ ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം മാനേജ്മെന്റിന് ഡയറക്ട്ലി ക്ലാസ് റൂമുമായിട്ട് ഇൻവോൾവ് ആകാത്ത ഒരു സിസ്റ്റമാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ മാനേജ്മെന്റ് ഡയറക്ട്ലി കണക്ട് ചെയ്യുന്നത് ടീച്ചേഴ്സുമായിട്ടാണ്. അപ്പൊ ടീച്ചേഴ്സിന് അവർക്ക് നല്ല രീതിയിൽ ലീഡ് ചെയ്യാൻ പറ്റുന്ന അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലീഡർഷിപ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ടീച്ചേഴ്സിന് ഇടക്കിടക്ക് മീറ്റിംഗ് വെക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്റെ മോള് പഠിക്കുന്ന മദ്രസയിലെ ഒരു ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ പ്രോഗ്രാംസ് ഇങ്ങനെ വെക്കും. പക്ഷെ ഗ്രൂപ്പിൽ ഇങ്ങനെ ഇട്ട് പോകും, അങ്ങനെ ശ്രദ്ധിക്കാറില്ല. പേഴ്സണലി എനിക്ക് പേഴ്സണലി ഇങ്ങനെ ഒരു പാരന്റിങ് ക്ലാസ് ഉണ്ട് വരണം എന്നുള്ളൊരു സ്റ്റിക്കറും അതുപോലെ ഒരു മെസ്സേജും, ഒരു വോയിസ് മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇത് പേഴ്സണലി ഇട്ടതാണല്ലോ, എന്തായാലും പോണം എന്നുള്ളൊരു മെന്റാലിറ്റി വന്നു. അപ്പൊ ഞാൻ പോയേ. അപ്പൊ ആ ക്ലാസ് എന്ന് പറയുന്നത് ശരിക്കും മോണ്ടിസോറിയാ. അബ്സോർബൻ മൈൻഡും ഇതൊക്കെ അതിൽ വരുന്ന കാര്യങ്ങളല്ല. അത് ശരിക്കും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി. കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അബ്സോർബൻ മൈൻഡാണ് കുട്ടികൾക്ക്. അപ്പൊ ആ ഒരു വേർഡ്സ് മൊത്തം ഞാൻ വിചാരിക്കുന്നു മോണ്ടിസോറിന്ന് എടുത്ത വേർഡ്സ് ആയിട്ട് എനിക്ക് തോന്നിയേ. ഞാൻ അതില് ക്ലാസ്സിനെക്കാളും കൂടുതൽ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് വന്നതെന്ന് വെച്ചാല് ആ ടീച്ചേഴ്സിന് കുറച്ചും കൂടി നമ്മള് ക്ലാസ്സസ് കൊടുത്തു കഴിഞ്ഞാല് ടീച്ചേഴ്സ് ഓരോ പേഴ്സണലി ഇങ്ങനെ ഇതുപോലെ പാരന്റിനെ മെസ്സേജ് ചെയ്യുമ്പോൾ ആ പാരന്റ്സിന് ഒരു പ്രയോറിറ്റി കിട്ടും. പാരന്റ്സിന് പോകണം എന്നുള്ളൊരു ചിന്ത വരും. അപ്പൊ ആ മീറ്റിംഗിൽ പങ്കെടുക്കും. അപ്പൊ പാരന്റ്സും ടീച്ചേഴ്സും ആയിട്ടുള്ള കണക്ഷൻ കുറച്ചുകൂടി വരും. അപ്പൊ ആ ഒരു ലീഡിങ് ഒരു സ്കൂളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അത് കുറച്ചും കൂടി ബെറ്റർ ആക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ എന്റെ മൈൻഡിൽ വന്നൊരു സംഭവം അത്. കാരണം ടീച്ചർമാരാണ് കുട്ടികളായിട്ടും പാരന്റ്സുമായിട്ട് ഡയറക്ട്ലി കണക്ട് ആവുന്നത്. അപ്പൊ ടീച്ചർ പാരന്റ് മീറ്റിംഗിന് മുമ്പ് തന്നെ ടീച്ചേഴ്സും മാനേജ്മെന്റുമായിട്ട് പലയിടത്തും മീറ്റിംഗ് നടത്തും.
അപ്പൊ എന്ത് ഡയറക്ഷൻ, എന്ത് രീതിയിൽ പാരന്റ്സിന്റെ അടുത്ത് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യണം എന്നുള്ളത് മാനേജ്മെന്റ് ടീച്ചർ കൊടുക്കും. അപ്പൊ അതിനകത്ത് മാനേജ്മെന്റ് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യാറില്ല കസ്റ്റമേഴ്സുമായിട്ട്, ലൈക്ക് സ്റ്റുഡൻസും പാരന്റ്സുമായിട്ട്. അപ്പൊ ഇത് തന്നെയാണ്. അപ്പൊ ടീച്ചേഴ്സിന് ഇപ്പൊ നല്ല ലീഡർഷിപ്പ് മാനേജ്മെന്റും ചിലയിടങ്ങളിൽ കാണാം മാനേജ്മെന്റും ടീച്ചർമാരുമായിട്ട് ഒട്ടും മേർജ് ആവില്ല, ഭയങ്കര വഴക്കായിരിക്കും. അങ്ങനെ ഞാനൊരു ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു സ്കൂളിൽ പോയപ്പോ ഞാൻ കണ്ട കാഴ്ചയാ. ഏത് മാനേജ്മെന്റ് വന്നാലും ഈ മാനേജ്മെന്റും ടീച്ചർമാരുമായിട്ട്, കാരണം ബ്ലെയിമിംഗ് ആണ് അവിടെ നടക്കുന്നത്. കാര്യങ്ങൾ സോർട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇവര് ബ്ലെയിമിങ്ങിലേക്ക് പോകും. അപ്പൊ രണ്ടു കൂട്ടരും അടുക്കില്ല. നമുക്കിപ്പോ 2 മാസം ലീവ് വരികയല്ലേ, അപ്പൊ ലീവിന് മുന്നേ നടന്ന ഒരു പാരന്റിങ് ക്ലാസ് ആണ്. അപ്പൊ അതിൽ പറഞ്ഞു വെച്ചാൽ ഇപ്പൊ മദ്രസ, ഞാനിപ്പോ സ്കൂൾ അതുപോലെ പോകുന്ന 2 മാസം മദ്രസയും സ്കൂളും ലീവാ എന്റെ മോൾക്കിപ്പോ. അപ്പോ ആ ഒരു മദ്രസ ഇപ്പൊ ഈ 10-ലേക്ക് പൂട്ടാൻ പോവാ. അപ്പൊ അതിന് മുന്നേ ഉള്ള ഒരു ക്ലാസ് ആയത്. അപ്പോ ഒരു ഒരു സാറാണ് എടുക്കാൻ പറഞ്ഞ പാരന്റിങ് ക്ലാസ്. അപ്പൊ ആ സാറ് പറഞ്ഞ പിന്നെ ഇപ്പൊ 2 മാസം പൂട്ടാൻ പോലെ. ഇപ്പൊ ഒരു പാരന്റ് മനസ്സിൽ, നിങ്ങളെല്ലാം ഒരു പാരന്റ് ആണ്, അപ്പൊ പാരന്റ് മനസ്സിലോ ഇനിയിപ്പോ 2 മാസം പൂട്ടാൻ പോവാണല്ലോ, ശല്യം സഹിക്കണല്ലോ എന്നുള്ള മൈൻഡാണോ നിങ്ങൾ എല്ലാരിലും ഉള്ളത്? അപ്പൊ ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ മാറ്റണം എന്നുള്ള ഒരു പാരന്റിങ് ക്ലാസ്സാ. കുട്ടികളോട് കളിക്കണം, കുട്ടികൾക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കണം, ആ കുട്ടികളെ നമ്മുടെ അടുത്ത് കിട്ടുകയാണ്. അല്ലാത്തപ്പോ നിങ്ങൾ സ്കൂളിൽ പറഞ്ഞേക്കും അല്ലെങ്കിൽ മദ്രസയിൽ പറഞ്ഞേക്കും, അപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ അടുത്ത് കിട്ടുന്നില്ല. അപ്പൊ അടുത്ത് കിട്ടുന്ന സമയങ്ങൾ കുട്ടികളോട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ള രീതിയാണ് പറഞ്ഞിരുന്നത്. ഞാൻ വിചാരിക്കുന്നത് സ്കൂളിലും കൂടി വരികയാണെങ്കിൽ ഭയങ്കര ഒരു നല്ലതായിരിക്കും. കാരണം ചില ആൾക്കാർക്ക് തീരെ ഒരു 2 മാസം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. ഒരുപാട് കുട്ടികളുള്ള വീടാകുമ്പോ നല്ലോണം അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ പാരന്റ്സിന് അറിയാം ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം എന്നല്ലോ, പക്ഷെ ആ ക്ലാസ്സും കൂടി കിട്ടുമ്പോൾ അത് കുറച്ചും കൂടി നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്, ആ പാരന്റിങ് ക്ലാസ്. മാം മാം 4 ആസ്പെക്ട്സ് അല്ലേ പറഞ്ഞേക്കുന്നത്? ടെക്സ്റ്റില് 3 കൊടുത്തിട്ടുള്ളൂ. എന്തോ ക്വാളിറ്റി ഓഫ് മാനേജ്മെന്റിൽ 4 ആസ്പെക്ട്സ് അല്ലേ പറഞ്ഞത്? ലൗഡി എന്താ പറഞ്ഞേ? മാം PGയുടെ എക്സാം എന്നായിരിക്കുന്ന ചോദിച്ചപ്പോ രണ്ടുപേരും കൂടി ഒരുമിച്ചായി പോയി പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ മാം. കേട്ടില്ല, എനിക്ക് കേട്ടില്ലായിരുന്നു. അതിനെ പറഞ്ഞാൽ ശരി, 4 ആസ്പെക്ട്സ് ആണ് പറഞ്ഞത്, പക്ഷെ അതിനകത്ത് 3 തന്നിട്ടുള്ളൂ. ഓക്കെ, നോ പ്രോബ്ലം. ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി ആണ് നെക്സ്റ്റ് 4th വൺ വരുന്നത്. അത് മെയിൻ ഹെഡിങ് ആയിട്ട് തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. PGയുടെ എക്സാം നമ്മള് ഈ ഒരു ആഴ്ച ക്ലാസ് എടുക്കുമ്പോഴാണ് എന്നാ തീരാന്ന് അറിയുള്ളൂ. അപ്പൊ നമ്മൾ തീരുന്ന ഡേറ്റ് കൊടുക്കുമ്പോഴാണ് PGയുടെ എക്സാമിന്റെ ഡേറ്റ് വരുന്നത് കേട്ടോ. നമുക്ക് ടേം എക്സാം ഉണ്ടോ മാം? PGക്ക് ടേം എക്സാം ഉണ്ടോ? ഇല്ല. ഓക്കെ മാം, താങ്ക് യു മാം. PG എക്സാം മോസ്റ്റ് പ്രോബബ്ലി ഈസ്റ്റർ കഴിഞ്ഞിട്ടാണോ എന്തോ, എനിക്ക് അതിന്റെ ഐഡിയ കറക്റ്റ് കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ടീച്ചേഴ്സിനെയും ഓരോ ക്ലാസ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു പോർഷൻ തീരാൻ. എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി ഒരു ക്ലാസ്സും കൂടെ വേണ്ടി വരും. വീക്കിലും ക്ലാസ് ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇനിയിപ്പം ഇന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നെക്സ്റ്റ് വീക്കിലായിരിക്കും ക്ലാസ് വരുള്ളൂ മോസ്റ്റ് പ്രോബബ്ലി. അതുകൊണ്ട് ഓക്കെ. സോ ലീഡർഷിപ്പ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. സോ മാനേജ്മെന്റ്, പ്രോപ്പർ മാനേജ്മെന്റിന് ഒരു ലീഡർഷിപ്പ് വേണം. അത് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. ടീച്ചേഴ്സ് അപ്പൊ ക്ലാസ് റൂമിൽ ടീച്ചേഴ്സ് ആ ലീഡർഷിപ്പിലൂടെ ടീച്ചേഴ്സ് ലീഡർഷിപ്പ് കാണിക്കുന്നത് ക്ലാസ് റൂമിലാണ്. പിന്നെ പാരന്റ്സിന്റെ ആയിട്ട് കണക്ട് ആവുമ്പോഴും ടീച്ചേഴ്സ് അത് കറക്റ്റ് രീതിയിൽ ചെയ്യണം. അങ്ങനെയാണ് ആ ഒരു ക്വാളിറ്റി ലീഡർഷിപ്പിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ ലീഡർഷിപ്പാണ് ക്വാളിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഫേസറ്റ് എന്ന് പറയുന്നത്. ടീം വർക്ക്, ഒരു ടീച്ചർക്ക് ശരിക്കും ക്ലാസ് റൂം ഒറ്റയ്ക്കായിരിക്കും മാനേജ് ചെയ്യുന്നത്, പക്ഷെ പലപ്പോഴും ഒരു ടീം വർക്കിലൂടെയാണ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പല കാര്യങ്ങളും പോകുന്നത്. കാരണം ലോങ് ടേം ക്വാളിറ്റി ഗോൾസ് വേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും കുറെ ഗോൾ സെറ്റ് ചെയ്യുമല്ലോ. ഇപ്പം എക്സാമിന്റെ ടൈമിൽ കുട്ടികളെ നല്ല രീതിയിൽ ചെയ്യിക്കണം, അല്ലെങ്കിൽ സ്പോർട്സിന്റെ ടൈമിൽ, ആനുവൽ ഡേയുടെ ടൈമിൽ, ആർട്സിന്റെ ടൈമിൽ, അങ്ങനെ പിന്നെ അതർ സ്കൂളുകളിൽ പോയിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമോ, നാഷണൽ ലെവലിലോ സ്റ്റേറ്റ് ലെവലിലോ, അങ്ങനെ കുറെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന് ഒരിക്കലും ഒരു ടീച്ചർക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഇവര് ഡിവൈഡ് ചെയ്യും, ഓരോ ടീച്ചറുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ടാണല്ലോ ഓരോന്നിന്റെ ചാർജ് ഏൽപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടീം വർക്കിലൂടെ അപ്പൊ ആ ടീച്ചർക്ക് എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് പലപ്പോഴും സൂപ്പർവൈസേഴ്സ് ഉണ്ടാവും. ടീച്ചർ ഒരു ജോലി ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകില്ല. സൂപ്പർവിഷന്റെ ഉദ്ദേശം അത് തന്നെയാണല്ലോ. അങ്ങനെ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ്, റൈറ്റ് പോളിസീസ് എല്ലാം എടുത്ത് അങ്ങനെയാണ് ആ ഒരു ലീഡർഷിപ്പ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ക്വാളിറ്റി അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ തന്നെ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി വെരി ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ 2 ലെവൽസിലാണ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലും
ക്ലാസ് റൂം ലെവലിൽ. ഇതൊക്കെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അത് മോക്ക് ടെസ്റ്റ് വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ, ഇപ്പൊ നിങ്ങൾ അക്കാദമിക് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലൊക്കെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു വന്നതാണ്. അപ്പൊ ക്ലാസ് റൂമില് കാര്യങ്ങൾ ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലെ ക്ലാസ് റൂമിലെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ടീച്ചേഴ്സാണ്. പലപ്പോഴും കുട്ടികളുടെ റിപ്പോർട്ട് തയ്യാറാക്കുക, അവരുടെ രജിസ്റ്റർ കറക്റ്റ് ചെയ്യുക, അങ്ങനെ കുറെ കാര്യങ്ങൾ ക്ലാസ് റൂമിൽ ചെയ്യേണ്ട വരുമല്ലോ. ലേണിംഗ് അല്ലാതെ തന്നെ ടീച്ചർമാർ ചെയ്യേണ്ട കുറെ വർക്കുകൾ ഉണ്ടാവും. Administration quality includes the size of classroom 20 is usually considered good, but depends on the teaching skills of the teacher also. 20 കുട്ടികളാണ് ശരിക്കും ആ ഒരു സൈസ് എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ടീച്ചറുടെ ടീച്ചിങ് സ്കില്ലും കൂടെ നോക്കും, ആ ടീച്ചറുടെ ടീച്ചിങ് സ്കിൽ. പിന്നെ അതുപോലെ തന്നെ ക്ലാസ് റൂം ക്ലീൻ ആക്കുക, അതൊക്കെയാണ് ടീച്ചർ ആസാൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ചെയ്യുന്നത്. ടീച്ചറുടെ റോൾ അവിടെ ഫസ്റ്റ് വണ്ണില് മാനേജർ ആയിട്ട് വന്നു, ലീഡർഷിപ്പ് മാനേജ്മെന്റ് ചെയ്യേണ്ട. ക്ലാസ് റൂം മാനേജ്മെന്റിലെ ലീഡറാണ് ടീച്ചർ, മാനേജർ. അത് ഫസ്റ്റ് നമ്മൾ പറയും. ഇനി അഡ്മിനിസ്ട്രേറ്ററും ആണ് ക്ലാസ് റൂമിലെ. ക്ലാസ് ക്ലീൻ ആണോ, പിന്നെ ആ കുട്ടികളുടെ വേണ്ടുന്ന വാഷ്റൂം ഫെസിലിറ്റീസ്, പ്ലേ ഗ്രൗണ്ട്, പിന്നെ അവർക്ക് വേണ്ടുന്ന മറ്റ് ഫെസിലിറ്റീസ്, ഡെസ്ക്, ബെഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അപ്പൊ പല കാര്യങ്ങളുണ്ടെങ്കിൽ മാനേജ്മെന്റിനെ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കാം ടീച്ചർക്ക്. ലൈബ്രറി, മറ്റ് ഫെസിലിറ്റീസ്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ, പിന്നെ കോഡ് ഓഫ് എത്തിക്സ്, പിന്നെ അതുപോലെ തന്നെ ഡ്രസ് കോഡ്, യൂണിഫോം കറക്റ്റ് ആണോ, ഇതൊക്കെ നോക്കുന്ന ടീച്ചറാണല്ലോ. പിന്നെ കുട്ടികൾ കറക്റ്റ് ടൈമിൽ സ്കൂളിൽ എത്തുന്നുണ്ടോ, ഡിസിപ്ലിൻ അത് വരും. അറ്റൻഡൻസ്, ലേറ്റ് കമേഴ്സ് ഉണ്ടോ, അങ്ങനെ അസംബ്ലി ടൈമിൽ എത്തിയിട്ടുണ്ടോ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ കൺഫോമൻസ് ടു ടീച്ചിങ് ഷെഡ്യൂൾ, അതായത് കറസ്പോണ്ടൻസ്, അതായത് ടീച്ചിങ് ഷെഡ്യൂൾ, നമ്മളുടെ ടീച്ചിങ് പ്ലാൻ ഒക്കെ തയ്യാറാക്കുമല്ലോ, അതിന്റെ ഒരു കറസ്പോണ്ടൻസ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും മാനേജ്മെന്റുമായിട്ടും. പിന്നെ ഡോക്യുമെന്റേഷൻ, പലതിന്റെ റിപ്പോർട്ട് ടീച്ചേഴ്സിന് തയ്യാറാക്കേണ്ടതായിട്ട് വരും. ഇത്രയും കാര്യങ്ങൾ ക്വാളിറ്റി മാനേജ്മെന്റിലെ 2 ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി ആണ് നമ്മൾ ഇതിനകത്ത് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. ബിക്കോസ് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി, ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ടീച്ചർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, 4 ഡയമെൻഷൻസ് മെയിൻ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ലാസ്റ്റ് ടോപ്പിക്സ് ഒക്കെ ജസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. ഇതിൽ ആ ക്വാളിറ്റി ഓഫ് ഫാക്കൾട്ടി, ക്വാളിറ്റി മാനേജ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, ഞാനിപ്പം വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പൊ നെക്സ്റ്റ് ഒരു ക്ലാസ്സിൽ നമുക്ക് തീർക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഈ 3 യൂണിറ്റ്സിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഇട്ട് വെച്ചേക്കാം. ഇത് തീർന്നില്ലെങ്കിലും ക്വസ്റ്റ്യൻസിലൂടെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. നാളത്തെ ക്ലാസ്സിന്റെ കൺഫർമേഷൻ മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. നമുക്കിത് ഫാക്കൾട്ടി ഞങ്ങൾക്ക് ഇതുവരെ മെസ്സേജ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ കൺഫർമേഷൻ പറയാം. Okay, thank you so much. Have a nice day. Bye. Thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.